ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ അവൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലുകൾ ദിവസം ചെയ്യണം. എല്ലാ ദിവസവും ചെയ്യേണ്ട പ്രത്യേക സുന്നത്താണ്. എന്നും എന്താണത് എന്ന് ബഹുമാനപ്പെട്ട ആമന റസൂലു എന്നുള്ള ബഹുമാനപ്പെട്ട പരിശുദ്ധമായ അൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത്, അതിന് അല്ലാഹു മുത്തു മുഹമ്മദ് മുസ്തഫ ആമന റസൂലു എന്ന് തുടങ്ങുന്ന അൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തിനെ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റഹു സഹ്റവൈൻ, പ്രകാശം പരത്തുന്ന 2 കാര്യത്തെ നിങ്ങൾ മറക്കരുത് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അത് വലിയ പ്രകാശം നൽകുന്നതാണ്, അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അത് ദുനിയാവിലെ ആഖിറത്തിലെയും പ്രകാശം ഉണ്ടാക്കും, അത് മറക്കരുത്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആ പ്രകാശം നൽകുന്ന 2 എണ്ണം എന്താണ് നബിയെ? ഹബീബായ നബി പറഞ്ഞു, സൂറത്തുൽ ബഖറ, അർശിന്റെ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നാണ് അത് ഭൂമിയിൽ വന്നിട്ടുള്ളത്. അത് വല്ലാത്ത ആയത്താണ്. മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത്, നീ നിന്റെ വിരിപ്പിലേക്ക് ചേരുന്ന നേരത്ത് ആമന റസൂലൂര, പിന്നെന്തോടാ, പിന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഓടുക. അതേപോലെ തന്നെ ഹശ്റിന്റെ അവസാനവും ഓടുക. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാൽ നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ മുതൽ 21 മുതൽ ഹശ്റിന്റെ അവസാനത്തെ 4 ആയത്ത് ലൗ അൻസൽന മുതൽ അവസാന ഭാഗം വരെ ഓടുക. വളരെ വലിയ നേട്ടമുണ്ടാവും. ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ്, അതായത് വിരിപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഹബീബ ഫാത്തിഹ ഞാൻ അവിടെ പ്രത്യേകം പറയേണ്ടതില്ല. ഫാത്തിഹ എവിടെയും കൊടുക്കണം. ഒരു ഫാത്തിഹ തൊഴുന്നോണ്ടേ വെച്ച് മുസ്തഫ നബിക്ക് ഒരു ഫാത്തിഹ ഓതിയാലേ. കാരണം അള്ളാന്റെ ഹബീബിന് ഒരു സൽക്കാരം കൊടുത്തിട്ടല്ലാതെ അള്ളാന്റെ ഹബീബിന് ഫാത്തിമ ബീബി ഒരു ഭക്ഷണം ഉണ്ടാക്കി ആദ്യം റസൂൽ കഴിക്കാതെ കഴിക്കൂല. ആ ഫാത്തിമ ബീബിന്റെ സ്ഥാനത്ത് തന്നെയാണ് നമ്മളൊക്കെ. അള്ളാന്റെ ഹബീബിന്റെ മക്കളാണ് നമ്മൾ. അള്ളാന്റെ ഹബീബിന്റെ മക്കളാണ്. അനലക്കും കൽ അബിർ റഹീം, ഞാൻ നിങ്ങൾക്ക് കരുണയുള്ള ബാപ്പയെ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ ഹബീബ് നമ്മുടെ ബാപ്പയാണ്. അപ്പൊ നമ്മൾ എന്ത് കാര്യത്തിലും ഒരു ഫാത്തിഹ ഇലാ ഹദറത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ നമുക്ക് കിട്ടുന്ന റസൂലുള്ളാഹി കൊടുക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിരിപ്പിലിരുന്നാലും ഒക്കെ അങ്ങനെ തന്നെ. അത് പ്രത്യേകം പറയേണ്ടതില്ല. എവിടെയും ഫാത്തിഹ റസൂലുള്ളാഹി, വിരിപ്പിലിരുന്ന് ഒരു ഫാത്തിഹ റസൂലുള്ളാഹി കൊടുത്തു. പിന്നെ ബാക്കിയൊക്കെ ഇതൊക്കെ പിന്നെ ചെയ്താൽ മതി. അതും ചെയ്യണം. പിന്നെ എന്ത് ചെയ്യാ? പിന്നെ ആമന റസൂലു ഓതുക. പിന്നെ എന്ത് ചെയ്യാ? പിന്നെ അതേപോലെ തന്നെ സൂറത്തുൽ കാഫിറൂന ഓതുക. പിന്നെ ലൗ അൻസൽനാ ഹാദൽ ഖുർആന ഹശ്ർ സൂറത്തിന്റെ അവസാന ഭാഗം. പിന്നെ അതേപോലെ തന്നെ ഗാഫിർ അധ്യായത്തിന്റെ സൂറത്ത് ഗാഫിറിന്റെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകൾ. ഏതാണ് ഗാഫിർ അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകൾ? വലിയ നേട്ടമുണ്ടാക്കും. ദുനിയാവിലും നേട്ടമുണ്ടാക്കും, ആഖിറത്തിലും നേട്ടമുണ്ടാക്കും. ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട അമലുകളാണ് ഇപ്പൊ ഈ പറഞ്ഞത്. എന്ത്? അൽ ബഖറയുടെ അവസാന ഭാഗം, സൂറത്തുൽ കാഫിറൂന, അതേപോലെ തന്നെ വൻസൽന. പിന്നെ എന്ത് ചെയ്യാ? ഗാഫിർ അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ ഏതാണ് ആയത്തുകൾ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം ഗാഫിരിൽ ദംബി വഖാബിലിത് തൗബി ശദീദിൽ ഇഖാബി ലിത്തൗലി ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. 1 മുതൽ 3 വരെയുള്ള ആയത്തുകൾ വളരെ വലിയ പ്രാധാന്യമുള്ള ആയത്ത്. പിശാചിന് ഇത്ര പേടിയുള്ള ആയത്ത് വേറില്ല. ഗാഫിറിലെ പല ആയത്തുകളെയും ഇതുപോലെ പിശാചിന്റെ ഉപദ്രവേറ്റ ആളുകൾക്കെതിരെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വളരെ വലിയ ഫലമാണ്. ഹാമിയം മുതൽ ഇലൈഹിൽ മസീർ വരെയുള്ള ചെറിയതാണ്. 1 മിനിറ്റ് പോലും വേണ്ട, 1/2 മിനിറ്റ് വേണ്ട. ആ 3 ആയത്ത് അതും വളരെ നല്ല കാര്യമാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സൂറത്തുൽ മുഅ്മിനൂനയിലെ 115 മുതൽ 118 വരെയുള്ള ആയത്തുകളെ. ഏതാ 115? ബഹുമാനപ്പെട്ട സൂറത്തുൽ മുഅ്മിനൂനയിലെ 115 മുതൽ 118 വരെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം ومن يدع مع الله إلها آخر لا برهان له به فإنما حسابه عند ربه إنه لا يفلح الكافرون وقل رب اغفر وارحم وأنت خير الراحمين. സൂറത്തുൽ മുഅ്മിനൂനയിലെ 115 മുതൽ 118 വരെയുള്ള ആയത്തുകൾ. അതും അവിടെ വിരിപ്പിലിരുന്ന് ഓതുക. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ ഫതആല അല്ലാഹുൽ മലിക്കുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം
എന്ന്. അത് മുതൽ പിന്നെ സൂറത്തുൽ മുഅ്മിനൂനയിലെ 115, 116, 117, 118 ഈ ആയത്തുകളും വിരിപ്പിലിരുന്ന് ആമന റസൂൽ മുതൽ ഇങ്ങനെ ഓതി ഇതും ഓതുന്നത് വളരെ നല്ലതാണ്. ദുനിയാവിലെ അഭിവൃദ്ധി ഉണ്ടാവും, ആഖിറത്തിലെ അഭിവൃദ്ധി ഉണ്ടാവും, സംരക്ഷണം ഉണ്ടാവും. പേടിക്കണ്ട, സംരക്ഷണം ഉണ്ടാവും. കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. ചില അമലുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക്, ചില കുട്ടികൾ ഇതിലെ 115, 116 ആയത്തുകൾ വളരെ വലിയ സംഗതികളാണ്. അത് പിശാചിന് വളരെ ദേഷ്യം, പേടിയാണ്. പിശാചിനും വളരെ പേടിയുള്ള ഒരു അമൽ, പോട്ട അമൽ അതിന്മേലുണ്ട്. അതിപ്പോൾ സമയമല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, പിന്നീട് പറയാം. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون فتعالى الله الملك الحق لا إله إلا هو رب العرش الكريم. ഈ ആയത്ത് പിശാചിന് വളരെ പേടിയാ. പിശാച് കരിഞ്ഞു, കണ്ട പിശാച് ഓടിക്കളയും. ഈ ആയത്ത് കേട്ട പിശാച് ഓടിക്കളയും, അത്ര പേടിയാ. ഇങ്ങനെയുള്ള ഇതെല്ലാം നമ്മൾ ദിവസേന നമ്മൾ ചെയ്താൽ, ഇത് അനുദിനം ചെയ്യേണ്ട അമല, അതിൽ ആഴ്ചയിലല്ല, ഇത് അനുദിനം ചെയ്യേണ്ട അമല. അനുദിനം നേരത്തെ പറഞ്ഞോടത്ത് ആഴ്ചയിലായാലും മതി എന്നൊരു അവസ്ഥയുണ്ട്. ഇതല്ല, ഇത് അനുദിനം ഓരോ ദിവസവും ചെയ്യേണ്ട ഒരു പ്രത്യേക അമലാണിത്. എല്ലാ ദിവസവും ഇത് സുന്നത്താണ്, നല്ല പ്രത്യേകമാണ്. എല്ലാ ദിവസവും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വളരെ ചിന്തിക്കണം. അതേപോലെ തന്നെ അൽഹംദുലില്ലാ, അതേപോലെ തന്നെ ഈ വചനങ്ങൾ രാവിലെയും വൈകുന്നേരം ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. അൽ ബഖറയുടെ അവസാനം മുതൽ ഇപ്പോൾ നമ്മൾ ചൊല്ലിയ ഈ ബഹുമാനപ്പെട്ട സൂറത്തുൽ മുഅ്മിനൂനയിലെ 118 വരെയുള്ള ഈ ആയത്ത്, അൽ ബഖറയിലെ അവസാനത്തെ ആമന റസൂൽ മുതൽ സബാഹൻ വ മസാ, ഉറങ്ങാൻ കിടക്കുമ്പോൾ മാത്രമല്ല, രാവിലെയും ഒരു വട്ടം വൈകുന്നേരം ഒരു വട്ടം, നല്ല കാര്യമാണ്. ഈ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെയ്യുന്ന ഈ അമല് ഒരാൾ രാവിലെയും സബാഹൻ വ മസാ, രാവിലെയും വൈകുന്നേരം ചെയ്യുകയാണെങ്കിൽ അതും വളരെ നല്ല കാര്യമാണ്. അള്ളാഹുവിന്റെ മുഖറബാവും, അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ അവന് ഉണ്ടാവും. അവൻ അള്ളാഹിന്റെ ആളായിരിക്കും. അവനൊന്നും ആർക്കും ചെയ്യാൻ കഴിയും. അവൻ അള്ളാഹുവിന്റെ പ്രത്യേകമായൊരവസ്ഥയിലായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ഒരുപാട് ദിക്റുകളുണ്ട്, രാവിലെ ചെയ്യേണ്ട വൈകുന്നേരം ചെയ്യേണ്ട ദിക്റുകളുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാലോ. അതൊക്കെ അവനാൻ ചെയ്യുന്ന അവറാദുകൾക്ക് പുറമെ ഇതുകൊണ്ട് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? അലിഫ് ലാം മീം നാമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ യഖറ അലിഫ് ലാം മീം സജദ. അലിഫ് ലാം മീം സജദ ഓതാതെ ഒരു രാത്രിയും ഹബീബായ നബി ഉറങ്ങിയിട്ടില്ല. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അലിഫ് ലാം മീം സജദ ഓതാതെ ഒരു രാത്രി ഉറങ്ങിയിട്ടില്ല. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിഫ് ലാം മീം സജദ ഓതാതെ ഒരു രാത്രി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിയിട്ടേയില്ല. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യമായി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മേൽ ദായിമായിരുന്നു. അതേപോലെ തന്നെ സൂറത്തു യാസീൻ രാവിലെ ഓതുക, വൈകുന്നേരം ഓതുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാവിലെയും വൈകുന്നേരവും, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഓതുക. അതേപോലെ തന്നെ സൂറത്തു ദുഹാൻ രാത്രിയിൽ ഓതുക, സൂറത്തുൽ വാഖിഅ ഓതുക, തബാരക ഓതുക, സൂറത്തു സൽസല ഓതുക, സൂറത്തു തകാസുർ ഓതുക. പിന്നെയോ കഴിയുമെങ്കിൽ ഒരു ദിവസം ചുരുങ്ങിയത് 200 തവണയെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. പകൽ 100, രാത്രി 100, ചുരുങ്ങിയത് ഒരു ദിവസം, ചുരുങ്ങിയത് കഴിയെങ്കിൽ രാവിലെ 100, വൈകുന്നേരം 100. രാവിലെ 200, വൈകുന്നേരം 200. ഇല്ലെങ്കിലോ പകൽ 100, രാത്രി 100, ഒരു 200 വട്ടെങ്കിലും ബഹുമാനപ്പെട്ട സൂറത്തുൽ ഇഖ്ലാസ് ഒരു 8-16 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് മതിയോ? ഇതൊക്കെ മനുഷ്യൻ നിത്യമായി അവൻ ചെയ്യുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിവൃദ്ധിയും വലിയ നേട്ടവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവും. യാതൊരു സംശയം വേണ്ട. ഇത് വളരെ പ്രധാനപ്പെട്ട അമലുകളാണ് ഈ പറഞ്ഞ അമലുകളെല്ലാം. ഇനി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ട അമലാണ് മറ്റൊന്നത്. വെള്ളിയാഴ്ച ചെയ്യുന്ന ബഹുമാനപ്പെട്ട സൂറത്തുൽ കഹ്ഫ്, അതിന്റെ പൂർണ്ണരൂപം കഴിയുമെങ്കിൽ 3 തവണയെങ്കിലും ഓടുക. അതിന്റെ പൂർണ്ണരൂപം കഴിയുമെങ്കിൽ ഒരു മനുഷ്യൻ 3 തവണയെങ്കിലും ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട സൂറത്തുൽ കഹ്ഫ് ويسن قراءة سورة الكهف يوم الجمعة وليلتها. അതിന്റെ രാവിലും പകലിലും ബഹുമാനപ്പെട്ട രാവിലോ പകലിലോ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ രാവിലും പകലിലും ഓടുക. അൽ കഹ്ഫ് സൂറത്ത് ഓടുന്നത് പ്രത്യേകമായ സുന്നത്താണ്. وسنة الإكثار 3 مرات وأقل الإكثار 3 مرات وأن يكثر منها. വെള്ളിയാഴ്ച അൽ കഹ്ഫ് മടക്കി ഓടുക. ഒരു അൽ കഹ്ഫ് തന്നെ ഓടാൻ മടിയായി നടക്കുന്ന നമ്മളുടെ അവസ്ഥ എന്താ? ഒരൽ കഹ്ഫിനെ വെള്ളിയാഴ്ച മടിയാ. അൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച അതിനൊരു വെളിച്ചാണ്, അതൊരു പ്രകാശമാണ്. അൽ കഹ്ഫ് ഒരു മനുഷ്യൻ ഓടുന്നത് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതവന് വെളിച്ചമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖറഅഹാ യൗമൽ ജുമുഅ അല്ലാഹു ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈനി. ഒരൊറ്റ ആഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രകാശം അവനെ നീട്ടി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹിന്റെ പ്രകാശത്തിൽ അവന് ജീവിക്കാൻ കഴിയും. എന്നിട്ട് പെരുപ്പിച്ചോടുക. ഈ പെരുപ്പിച്ച അഖല്ലുൽ ഇക്സാരി 3 മർറാത്തിൻ ബഹുമാനപ്പെട്ട ഈ ആയത്ത് പറയുന്നുണ്ട്. കഴിയുമെങ്കിൽ 3 വട്ടമെങ്കിലും ഓടുക. 110 ആയത്താണ്. അങ്ങനെയാണ് മനപ്പാടാക്കുക. വളരെ വലിയ ഫലാണ്. ആദ്യത്തെ 10 ആയത്ത് മനപ്പാടമാക്കിയാൽ ദജ്ജാലിന് ബദലുണ്ടാവില്ല. അവസാനത്തെ 10 ആയത്തോ അത് അന്ത്യനാളിൽ അവന്റെ മീസാനിൽ വളരെ കനം തൂങ്ങുകയും ചെയ്യും. പിന്നുള്ളത് 90 ആയത്താണ്. വെള്ളിയാഴ്ച 3 വട്ടമെങ്കിലും മടക്കി വന്നതിനെ സംബന്ധിച്ചിടത്തോളം മനപ്പാടം ആക്കാതെ മനപ്പാടാവും, അധ്വാനിക്കാതെ മനപ്പാടാവും. ഇതെല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ചെയ്യുക. വെള്ളിയാഴ്ചയിൽ അൽ കഹ്ഫ് എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട അമലാണ്. അത് 100 ബൈനൽ ജുമുഅത്തൈനി 2 ജുമുഅകൾക്കിടയിൽ അവനുള്ള പ്രകാശമാണ്. ആഴ്ചയിൽ ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ്, ഒരു പ്രത്യേക അമലാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ആഴ്ചയിൽ 3 വട്ടമെങ്കിലും ചുരുങ്ങിയത് ബഹുമാനപ്പെട്ട മഹാന്മാർ അതിന്റെ മഹത്വം വളരെ 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 രേഖപ്പെടുത്തിയതായി. അതേപോലെ തന്നെ വെള്ളിയാഴ്ച പ്രധാനപ്പെട്ട അമലാണ് മൻ ഖറഅ സൂറത്ത് ആലി ഇംറാൻ യൗമൽ ജുമുഅ സല്ലത്ത് അലൈഹിൽ മലായിക ഇലൽ ലൈലി. ആലി ഇംറാൻ സൂറത്ത് ഒരാൾ വെള്ളിയാഴ്ച ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ അവന്റെ മേൽ പ്രത്യേകമായി ഇസ്തിഗ്ഫാർ ചെയ്യും, അവനെ പൊറുക്കലിനെ തേടുന്നതാണ്. മലായികത്തിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗ്ഫാറാണ്. മലായികത്ത് അവന്റെ മേൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കും, പടച്ചവനെ പുറത്തു കൊടുക്കണേ. വെള്ളിയാഴ്ച ആലി ഇംറാൻ സൂറത്ത് ഒരാൾക്ക് വെള്ളിയാഴ്ച ഓതാൻ കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ മേൽ മലായികത്ത് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുമെന്ന് മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതും കഴിയുമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിയുമെങ്കിൽ നല്ല കാര്യം വെള്ളിയാഴ്ച. അതുപോലെ തന്നെ ഇമാം ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹു തൊട്ട് ഇഖ്റഉ സൂറത്ത് ഹൂദ് യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഹൂദ് സൂറത്തിനെ ഓതണം. സൂറത്ത് ഹൂദ് ഓതുന്നത് വളരെ നല്ലതാണ്. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു അബൂ ഉമാമ റളിയല്ലാഹു അൻഹു തൊട്ട് രേഖപ്പെടുത്തിയ ഹദീസ് മൻ ഖറഅ ഹാമിയ അദ്ദുഖാൻ ഫീ ലൈലത്തിൽ ജുമുഅ, ദുഖാൻ സൂറത്ത് ഒരാൾ വെള്ളിയാഴ്ച രാവിലെ ഓതിയാൽ ഔ യൗമൽ ജുമുഅ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ ഓതിയാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല അവന് മാളിക പണിഞ്ഞു കൊടുക്കുന്നതാണ് ദുഖാൻ സൂറത്ത്. വെള്ളിയാഴ്ച രാവിലെ പകൽ ഓതിയാൽ സൂറത്ത് ദുഖാൻ എല്ലാ രാത്രിയും ചെയ്യുന്നത് നല്ലതാണ്. വെള്ളിയാഴ്ചയെങ്കിലും ചെയ്താൽ വലിയ കാര്യമാണ്. സൂറത്ത് ദുഖാൻ കഴിയെങ്കിൽ എല്ലാ രാത്രിയും ചെയ്യുക. ദുഖാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹ് പരിശുദ്ധ വെള്ളിയാഴ്ച പ്രത്യേകമായി സുന്നത്താകാനുള്ള കാരണം എന്താണ്? കഴിയെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലതാണ്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അത് ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടതാണ്. വെള്ളിയാഴ്ച ഖിയാമത്ത് നാളുമാണല്ലോ. ഖിയാമത്ത് നാളുണ്ടാവുന്നത് വെള്ളിയാഴ്ചയാണല്ലോ. അപ്പൊ അത് വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. വെള്ളിയാഴ്ച രാവിലെ പകലിനോ ഒരാൾ സൂറത്ത് ദുഖാൻ ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗ്ഗത്തിൽ മണിമാളിക അല്ലാഹു തആല ചെയ്തു കൊടുക്കുന്നതാണ്, ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഇതും വളരെ നല്ല കാര്യം, ശ്രദ്ധിക്കും. അതേപോലെ വളരെ നല്ല കാര്യം ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ ലഘൂകരിച്ച കാര്യങ്ങളാണ് പറയുന്നത്. ദിവസം ചെയ്യൽ സുന്നത്ത്, വെള്ളിയാഴ്ച ശക്തിയായ സുന്നത്ത് ഏതാണത്? അത് ഇക്സാറുസ് സ്വലാത്തി അലൻ നബിയിൽ മുസ്തഫ. അത് ഇക്സാറുസ് സ്വലാത്തി അലൻ നബിയിൽ മുസ്തഫ. ഒന്ന് ഹബീബായ നബിയുടെ മേൽ സ്വലാത്തിനെ പെരുപ്പിക്കുക. ദിവസം ചെയ്യുന്ന സുന്നത്ത്, ഓരോ ദിവസവും പ്രത്യേക സുന്നത്ത്. എല്ലാ ദിവസവും 1000 സ്വലാത്ത് എത്തിയാൽ ഹറമല്ലാഹു ജസദഹു അലന്നാർ, അവന്റെ ശരീരം നരകത്തിന് ഹറമാക്കും അല്ലാഹു തആല. അനവധി മഹാന്മാർ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഹബീബായ നബിയുടെ മേലെ എല്ലാ ദിവസവും 1000 തവണ സ്വലാത്ത് ചൊല്ലിയാൽ, ഏത് സ്വലാത്ത്? എന്റെ നാവിന് ഒതുങ്ങുന്ന ഒരു സ്വലാത്ത് എന്തുവാ? എന്റെ നാവിന് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിലോ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം, ഇങ്ങനെ. അല്ലെങ്കിൽ വലാലി വല്ല സ്വഹാബി സല്ലിം, അങ്ങനെ. അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. സലാത്തുൽ ഫാത്തിഹ. അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ, എന്റെ നാവിന് ഒതുങ്ങുന്ന ഒരു സ്വലാത്ത്. അല്ലെങ്കിൽ 100 വട്ടം നാജി സ്വലാത്ത് ചൊല്ലി, അല്ലെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി, പിന്നെ 900 വട്ടം സാധാരണ സ്വലാത്ത് ചൊല്ലി, അല്ലെങ്കിൽ 100 വട്ടം സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി, പിന്നെ 800 തവണ സാധാരണ സ്വലാത്ത് ചൊല്ലി, 800. അപ്പോൾ എത്രയായി? 900 ആയി. പിന്നെ അവസാനം വീണ്ടും നാജി സ്വലാത്തോ സ്വലാത്തുൽ ഫാത്തിഹയോ അവസാനത്തെ 100 ചൊല്ലി. അപ്പോൾ തുടക്കത്തിൽ വലിയ സ്വലാത്ത്, ഒടുക്കത്തിൽ വലിയ സ്വലാത്ത്, ഇടയിൽ സാധാരണ, അങ്ങനെയാവാം. എന്റെ സൗകര്യം. അതൊക്കെ നവനമ്മന്റെ സൗകര്യം. എന്താണെങ്കിലും ഹറമല്ലാഹു ജസദഹു അലന്നാർ, ഇത് ദിവസത്തെ പ്രധാനപ്പെട്ട സുന്നത്താണ്, ആഴ്ചയിൽ പ്രധാനപ്പെട്ട സുന്നത്താണ്, ദിവസത്തെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. സ്വലാത്തിന്റെ വിധങ്ങളിൽ അത് ആകെ ഉള്ളത് കമാ സല്ലൈത അലാ ഇബ്രാഹിമ എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവർ സത്യത്തിൽ നിങ്ങളെ വഞ്ചിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. സ്വലാത്തിന് ഒരു പദമോ ഒരു പദരീതിയോ 2 പദരീതിയോ 1000 പദരീതിയോ 10000 പദരീതിയോ അല്ല. സ്വലാത്തിന്റെ പദരീതികൾ നമുക്ക് കണ്ട് തീർക്കാൻ കഴിയില്ല. അത്രക്ക് രീതികളിൽ സ്വലാത്തുണ്ട്. പല ഇമാമികളും പല രൂപത്തിൽ സ്വലാത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ ഹബീബിന്റെ സനാ അറിയിക്കുകയും ഹബീബിന് വേണ്ടി ദുആ ചെയ്യുന്നതുമായി ആയാൽ അതൊക്കെ സ്വലാത്താണ്. അത് പല രൂപത്തിലുണ്ട്. സ്വലാത്തിന് തന്നെ ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് സ്വലാത്തിനെ മുടക്കാൻ കഴിയില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നറിയോ? കാരണം ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ അവർ എന്ത് ചെയ്യുമെന്നാലേ അവരൊരു പരിമിതമായ ശൈലിയിൽ കൊണ്ടുവന്നിട്ട് ഈ സ്വലാത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറയും. ബാക്കി സ്വലാത്തൊക്കെ മുടക്കും. ലക്ഷ്യം എന്താ? സ്വലാത്ത് കൊടുക്കുക. സ്വലാത്ത് പാഠം മുടക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇവിടെ അടിസ്ഥാനപരമായ സ്വലാത്തിന്റെ വിരുദ്ധരാണ്, സ്വലാത്തിന്റെ എതിരാളികളാണ് അവർ. അത്തരം സംഘടനകൾക്ക് വഴിപ്പെട്ടു പോകരുത്. ആര് വഴിപ്പെട്ടു അവന്റെ തല നശിച്ചു. ആരവരെ കൂടെ പോയോ അവർ നശിച്ചു. അവരെ മുഴുവൻ അവർ വിട്ടിക്കളയും. അവരുടെ ജീവിതം തൊലച്ചു കളയും. ഇവരുടെ ലക്ഷ്യം എന്താ? ആയിരക്കണക്കായ രീതികളിൽ ഖദീമിലും ഹദീസിലുമുള്ള എല്ലാ പണ്ഡിതന്മാരും ഈ അടുത്ത കാലത്ത് ഇപ്പോഴുള്ള ചില അല്പബുദ്ധികളായ പണ്ഡിതന്മാർ പറയാ ആ സ്വലാത്തില്ല ഈ സ്വലാത്തില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ സ്വലാത്തുൽ ഫാത്തിഹ ഈ കൊറോണ കാലത്ത് സ്വലാത്തുൽ ഫാത്തിഹ എല്ലാം കൽപ്പിച്ചപ്പോൾ സ്വലാത്തുൽ ഫാത്തിഹ എന്ന സ്വലാത്തില്ല എന്ന് പറഞ്ഞ ഒരുത്തൻ രംഗത്ത് വന്നു. ഇവൻ എന്താ അറിയാം? ഖദീമിലും ഹദീസിലുമുള്ള മഹാന്മാർ മുഴുവനും സ്വലാത്തിന്റെ കിതാബുകളിൽ സ്വലാത്തുൽ ഫാത്തിഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകം കണ്ട മുഹദ്ദിസും ഫഖീഹുമായിരുന്ന മാലിക്കി മദ്ഹബിലെ മുടിച്ചൂടാമന്നനായ ശൈഖും ബഹുമാനപ്പെട്ട ബലദുല്ലാഹിൽ ഹറാമിലെ ലോകം കണ്ട ഏറ്റവും വലിയ മരണം വരെയുള്ള മഹാപണ്ഡിതനുമായിരുന്ന ഇന്നും ലോകം കണ്ട അംഗീകരിക്കുന്ന ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി മക്കി അവരുടെ കിതാബിൽ ബഹുമാനപ്പെട്ട സ്വലാത്തുൽ ഫാത്തിഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഒരു പുതിയ ആധുനിക കാലത്തിൽ പണ്ഡിതനെ പരിചയപ്പെടുത്തിയതാണ്. എല്ലാവരും സൗദി സർക്കാർ വരെ വളരെ ഭയപ്പെട്ടിരുന്ന പണ്ഡിതനാണ് അവർ. വലിയ സുന്നത്യമായതിന്റെ പണ്ഡിതനായുന്നതോട് കൂടെ വഹാബിയത്തിലെ അധിഷ്ഠിതമായ ഭരണകർത്താക്കൾക്ക് പോലും ഈ മനുഷ്യൻ ഭയവും പേടിയുമായിരുന്നു. എല്ലാ വെള്ളിയാഴ്ച രാവിലും ബഹുമാനപ്പെട്ടവരുടെ വീട്ടിൽ ജിദ്ദയിൽ കൃത്യമായി സ്വലാത്തിന്റെ മജ്‌ലിസുകൾ നടക്കാറുണ്ടായിരുന്നു. ഒരു മുത്തവന്മാരും ആ ഭാഗത്തേക്ക് എല്ലാവരും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അതിൽ പങ്കെടുക്കാനല്ലാതെ ഒരാളും ഉപദ്രവം ചെയ്യൂല. ലോകം കണ്ട മുദരിസായിരുന്നു, ലോകം കണ്ട ഫഖീഹുമാണ്, ലോകം കണ്ട മുഹദ്ദിസുമാണ്. അവരെ ബഹുമാനപ്പെട്ട സ്വലാത്തുൽ ഫാത്തിഹിൻ അവരുടെ കിതാബിൽ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ പറയാൻ വേണ്ടി ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. അതും ഞാനിത് പറയാനുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ ഹബീബിനെ സ്വലാത്ത് ചെല്ലുന്നത് തീർപ്പമില്ലാത്ത കുറച്ച് ആളുകളുണ്ട്. പക്ഷെ സ്വലാത്തിനെ പാഠം മുടക്കാൻ അവർക്ക് കഴിയൂല. അപ്പോൾ പിന്നെ അവർ എന്ത് ചെയ്യുമെന്നാൽ ഒറ്റ വഴിക്കേ സ്വലാത്തുള്ളൂ, വേറെ സ്വലാത്തില്ല എന്നുള്ള സ്വലാത്തിന്റെ വാതിൽ അടച്ചോളൂ. സ്വലാത്ത് 1 വിധോ 2 വിധോ 10 വിധോ 100 വിധോ 1000 വിധോ 10000 വിധോ അല്ല. കാരണം ലക്ഷക്കണക്കായ ഇമാമികൾ ലക്ഷക്കണക്കായ വിധത്തിൽ സ്വലാത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അതിവിടെ കഴിഞ്ഞു പോയ ആ സ്വലാത്തൊക്കെ ചെല്ലുന്നതൊക്കെ മുബത്തദീങ്ങളാണെങ്കിൽ ദുനിയാവിൽ മുബത്തദിയായി നരകത്ത് ചാടാനേ ആളുണ്ടാവുള്ളൂ. ഖദീമിലും ഹദീസിലും പണ്ടും ഇന്നുമുള്ള എല്ലാ ലോകം കണ്ട മഹാന്മാരായ അള്ളാഹുവിന്റെ ആബിദീങ്ങളും സാലിഹീങ്ങളും ആലിമീങ്ങളും ആരിഫീങ്ങളും ഇത് രേഖപ്പെടുത്തുകയും അനുഷ്ഠിക്കുകയും ചെയ്തു പോന്നിട്ടുണ്ട്. ഇതിവിടെ വിഷയമാക്കി പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? ദിവസം സ്വലാത്തിലാണ്. എല്ലാ ദിവസവും സ്വലാത്തില്ല. ഞായറാഴ്ച സ്വലാത്തില്ല, തിങ്കളാഴ്ച ഇല്ല. ഞായറാഴ്ച ഇതിന്റെ പ്രധാനപ്പെട്ട അമലായി സ്വലാത്തില്ല. ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്നും എന്റെ പണി എന്റെ പ്രധാന സ്വലാത്തില്ല. തിങ്കളാഴ്ച അതിൽ പ്രധാനപ്പെട്ട ഇനായി തിരഞ്ഞെടുക്കുക. ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ആകുമ്പോൾ കുറച്ച് കൂട്ടുക. എന്തുകൊണ്ട്? ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമൽ ജുമുഅ ഫഅക്സിറു ഫീഹി അലയ്യ മിനസ് സ്വലാ എന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ, നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് ഫഅക്സിറു ഫീഹി അലയ്യ മിനസ് സ്വലാ, ആ ദിവസം നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ പെരുപ്പിക്കണമേ. എല്ലാ ദിവസവും ചെയ്യേണ്ട അമലാണ്. അന്ന് പെരുപ്പിക്കണേ എന്ന് പറഞ്ഞാൽ പതിവിൽ കൂടുതൽ ചെല്ലുക. സാധാരണ 1000 സ്വലാത്തിൽ നിന്ന ആളാണെങ്കിൽ 1100 ആക്കുക, കുറച്ചെങ്കിലും കൂട്ടുക. അത് 2000 ആക്കാൻ കഴിഞ്ഞാൽ നല്ലത്. 3000 കഴിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ഒന്നുകൂടി കൂട്ടുക. അപ്പോൾ ദിവസേന ചെയ്യേണ്ട അമലാണത്. വെള്ളിയാഴ്ച കൂട്ടുകയും വേണം. മുഖത്ത് അതിന്റെ ബഹുജത്തുണ്ടാകും, ഈമാന്റെ പ്രഭയുണ്ടാവും. പിന്നെ അള്ളാഹുവിന്റെ അടുക്കേക്ക് സന്തോഷഭരിതനായി തിരിച്ചു പോകാൻ കഴിയും. സന്തോഷഭരിതനായി തിരിച്ചു പോകാൻ കഴിയും. ശ്രദ്ധിക്കുക. മരിക്കുന്ന നേരത്തെ പുഞ്ചിരിച്ച് തിരിച്ചു പോകാൻ നീ പണിയെടുക്കണം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട പണിയാണിത്. ശ്രദ്ധിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എല്ലാ ദിവസവും സ്വലാത്ത് ഇല്ല, അതേപോലെ തന്നെ എല്ലാ ദിവസവും സ്വലാത്ത് ഇല്ല. വെള്ളിയാഴ്ച കുറച്ച് സ്വലാത്ത് കൂടുതൽ ചെല്ല. എല്ലാ ദിവസവും ആയിരുന്നില്ല. അവനവന്റെ കഴിയുന്ന വിധത്തിൽ നമ്മൾ മന്നാഉലിൽ ഖൈറായ ആളുകൾക്ക് വഴിപ്പെട്ടു പോകരുത്. ഖൈറിനെ മുടക്കാൻ നടക്കുന്നവരുണ്ട്, അവർക്ക് വഴിപ്പെട്ടു പോകരുത്. അവർക്ക് മുടക്കൽ മാത്രമേ ഒരു ലക്ഷ്യമുള്ളൂ. അവർക്കൊരു ലക്ഷ്യമില്ല. എന്തിനും മുടക്കുക എന്ന് പറയാൻ വേണ്ടി ഇറങ്ങുന്ന ചില ആളുകളുണ്ട്. ചില മൗലവിമാരുണ്ട്, അവർക്ക് പദ്ധതി ഒന്നും ഉണ്ടാവില്ല. എന്തൊക്കെയാണ് സമസ്തയുടെ ആലിമീങ്ങൾ പറയുന്നത് അതിനൊക്കെ എതിര് പറയാം. അതാണ് അവരുടെ പദ്ധതി. നിർമ്മാണമൊന്നും അവരുടെ കയ്യിലില്ല. എന്താ ചെയ്യേണ്ടതെന്നും അവർക്ക് പറയാനില്ല. എന്താണ് സമസ്തയുടെ ആലിമീങ്ങൾ പറഞ്ഞത് നേരെ അതിനോട് എതിർക്കുക. അവർക്ക് പദ്ധതി ഇല്ല. അവരിങ്ങനെ കാത്തിരിക്കാണ്. അവർ വലയും കെട്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ചെലന്തിയുടെ മനസ്സാണ് അവരുടെ മനസ്സ്. എന്തെങ്കിലും കെട്ടിയെ പിടിക്കുക. എവിടെ അത് ആരെയാണെങ്കിൽ പിടിക്കും. അവരാരും വഷളാക്കും. അവർ ഐതല ഷിയാബുദങ്ങളെയും വഷളാക്കും. അവർ ആലിക്കുട്ടി മുസ്ലിം വഷളാക്കും. അവരാരും വഷളാക്കും. അവർ ഷാഫി മാമ പറഞ്ഞിട്ട് കാര്യമല്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലവി മാലിക്കി മക്കി പറഞ്ഞു. അവരെ കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരാരാ ലോകം കണ്ട് അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ലോകം കണ്ട മഹാനായ ഫഖീഹ് മുഹദ്ദിസുമാണ് സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി മക്കി. അവർ കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ വേണ്ടി. ഈ മഹാന് ഈ പറയുന്ന മനുഷ്യന്മാർ പറയാണ് അങ്ങനത്തെ സ്വലാത്തില്ല, അങ്ങനത്തെ സ്വലാത്തില്ല, നാരിയത്ത് സ്വലാത്തില്ല, നരകത്തിലെ സ്വലാത്താണ്. ബഹുമാനപ്പെട്ട നാരിയത്ത് സ്വലാത്ത് മാനപ്പെട്ട ഈ എല്ലാ പണ്ടും പിന്നെയുമുള്ള എല്ലാ ഇമാമിയങ്ങളും നാരിയത്ത് സ്വലാത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വഴിപ്പെട്ട് നടന്നിട്ട് കാര്യമില്ല. അവർക്ക് പദ്ധതിയില്ല. എന്താണ് അവരുടെ പദ്ധതി? അവര് ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങൾ വല്ലതും പറഞ്ഞോ? സുന്നത്യമായതിന്റെ ആലിമീങ്ങൾ വല്ലതും പറഞ്ഞോ? സമസ്തയുടെ ആലിമീങ്ങൾ വല്ലതും പറഞ്ഞോ? അതിനെ കണ്ണടിച്ച് എതിർക്കുക. പദ്ധതി ഇല്ല, അതില്ല എന്ന് പറയാം. അതാണ് അവരുടെ പദ്ധതി. അപ്പോൾ ഞാൻ പറയുന്നത് വിമർശനമായി തോന്നരുത്. വിമർശനത്തിലൊക്കെ പെട്ട തന്നെയാണല്ലോ. വിമർശനത്തിന് വയറിളകുന്ന ആളുകൾ വല്ലാതെ വയറ് കേൾക്കാതിരിക്കാനല്ലത്. ഇതൊക്കെ ദീനിൽപ്പെട്ടതാ. ദീനിൽപ്പെട്ടതും വെറുങ്ങനെ എല്ലാവരും എണ്ണട്ട് ഉയിഞ്ഞടക്കാനും മാത്രമല്ല, ദീനിന് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് ചെയ്യലും. കാരണം ഖൈറ് മുടക്കാൻ നടക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നിങ്ങൾ വഴിപ്പെടരുത്. അത്തരം സംഘടനകളിൽ പോയി തലവെക്കരുത്. നമ്മൾക്ക് നാലൊക്കെ ശമ്പളത്തിന്റെ അല്ലെങ്കിൽ 5 ശമ്പളത്തിന്റെ ഒരു ഉദ്യോഗം ഉണ്ടാകുമ്പോഴത്തിന് നമ്മൾ പാരമ്പര്യമായി മുഅ്മിനീങ്ങൾ വരുന്ന മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ട് ആ അവസരം ആഖിറ നാശാക്കി കളയരുത്. ഇതും ഞാൻ ഈ നേരത്തെ ഉപദേശിക്കുകയാണ്. അപ്പോൾ ദിവസം ചെയ്യേണ്ട അമലാണ്. എല്ലാ ദിവസവും പ്രത്യേക അമലാണ് സ്വലാത്ത്. ഒരു പ്രത്യേക അവന്റെ എല്ലാ ദിവസത്തെയും ഒരു പ്രത്യേക അമലാണ് സ്വലാത്ത്. പിന്നെ എന്ത് ചെയ്യാ? വെള്ളിയാഴ്ച അമലൊന്ന് കൂട്ടുക. എന്തുകൊണ്ടത് പ്രത്യേക അമലുമാണ്, സാധാരണ അമലുമാണ്, പ്രത്യേക അമലുമാണ് എന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട മുത്ത് റസൂൽ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാര്യം കൂടി പറയാൻ അവസാനിപ്പിക്കാൻ, വെള്ളിയാഴ്ചയാണ് നീട്ടി പറയാൻ പാടില്ല. അതുകൊണ്ട് ചുരുക്കുകയാണ്. ഈ വിഷയത്തിന് മറ്റൊരിക്കൽ ഓരോ ദിവസവും ഖാസായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ പിന്നീട് പറയും. ഓരോ ദിവസത്തിന്റെ പ്രത്യേകതകളുണ്ട്. അത് പിന്നീട് ഇതിന്റെ തുടക്കം മാത്രമാണ്. ഇതിന്റെ രണ്ടാം ഭാഗം പറയും.
ഓരോ ദിവസത്തിന്റെ പ്രത്യേകതകൾ വെച്ചുള്ള ചില അമലുകളുണ്ട്, അത് രണ്ടാം ഭാഗമായി പറയും. ഇനി ഇതേപോലെ എല്ലാ ദിവസവും ചെയ്യേണ്ടതും വെള്ളിയാഴ്ച കൂട്ടതുണ്ടോം ചെയ്യേണ്ട ഒരു അമലാണ് ഏത്? ആഴ്ചയിലെ ഓരോ ദിവസം ചെയ്യുക, വെള്ളിയാഴ്ച കൂട്ടി ചെയ്യുക. അങ്ങനത്തെ ഒരു പ്രത്യേക അമലാണ് ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുക. അത് എല്ലാ ദിവസത്തെയും പ്രത്യേക അമലാണ്, വെള്ളിയാഴ്ചത്തെ അതിപ്രത്യേക അമലാണ്. എല്ലാ ദിവസത്തെയും അമലാണ്, വെള്ളിയാഴ്ചത്തെ പ്രത്യേക അമലുമാണ്. പൊറുക്കലിനെ തേടുക. എങ്ങനെയൊക്കെ? അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അങ്ങനെയാക്കാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അങ്ങനെയാക്കാം. ഈ വേറൊരു കോലം, വേറൊരു ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നഹരിൽ ജഹീം ഫഹബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അലീം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നഹരിൽ ജഹീം ഫഹബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അലീം. വെള്ളിയാഴ്ച ദിവസത്തെ പ്രധാനപ്പെട്ട അമലുകളിൽ മഹാന്മാർ എല്ലാ ദിവസവും ചെയ്യുക. ഈ ദിവസം അതിന് ഏകതയും ബഹുമാനപ്പെട്ട സയ്യിദ് ബക്കരി തങ്ങൾ ഇആനത്തു താലിബിനെ രേഖപ്പെടുത്തുന്നു. അൻ സയ്യിദി അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു നഫഅന അല്ലാഹു ബിഹി. വലിയ മഹാനാണ് അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു എന്ന കാര്യം മുഅ്മിനീങ്ങൾക്ക് സംശയമില്ല. അല്ലാഹു നമ്മളെ മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ലോകം കണ്ട മഹാനാണ് എന്ന കാര്യത്തിൽ അല്ലാഹുക്ക് ഭയപ്പെടുന്ന മുഅ്മിനീങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അത്രയും വലിയ മഹാനാണ് അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ, ഞാൻ ഈ ബൈത്ത് ഇങ്ങനെ ചിലക്ക് ചെല്ലുന്ന ചില ആളുകൾക്കൊക്കെ അതിൽ വിമിഷ്ടമുണ്ടെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ഇതെന്നും എവിടെയാണ് മൗലിയരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി കൂടിയാണ് ഇത് പറയുന്നത്. ആരങ്ങനെ പറഞ്ഞു കേട്ടു എന്നല്ലാതെ, ആ ബൈത്ത് അങ്ങനെ പറഞ്ഞു കേട്ടു എന്നല്ലാതെ, ആ ബൈത്ത് നിങ്ങൾ വല്ലാതെ കൂടുന്നത് എന്തിനാ മുസ്ലിയാരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ചില ആളുകൾക്കൊക്കെ തന്നെ അങ്ങനെ ഡൗട്ടുണ്ട്. ചില കിതാബൊക്കെ ഓതിന്ന് പറയുന്ന ആളുകൾ തന്നെയും ഇങ്ങനെയൊക്കെ ഒരു ബൈത്തിനെ ചെല്ലാൻ വേണ്ടി ഉപദേശിക്കാൻ എന്റെ ആ ബൈത്തിന് എന്താ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. എന്നാ കേട്ടോ, ബഹുമാനപ്പെട്ട സയ്യിദുൽ ബക്കർ റളിയല്ലാഹു അൻഹു കിതാബ് ഈ പറയുന്ന ആളുകളൊന്നും ഓടാത്തോണ്ടൊന്നും അല്ല, പക്ഷെ അതിന് താഴത്ത് മേലൊക്കെ ഒന്ന് ഇടക്കിടക്ക് നോക്കൂല. ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈന്റെ വ്യാഖ്യാനമായി ഇആനത്തു താലിബിനാണിത്. ഇആനത്തു താലിബിന്റെ രണ്ടാം വാള്യം ബഹുമാനപ്പെട്ട ജുമാ നിസ്കാരത്തിന്റെ കാര്യം പറയുന്നിടത്ത് അവിടെ താഴെ കാണാം. സയ്യിദുൽ ബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, വളരെ ചിന്തിക്കണം. ബഹുമാനപ്പെട്ടവർ പറയാണ്, ജുമാ ദിവസം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് പല വിഷയങ്ങൾ പറഞ്ഞു, അനവധി കാര്യങ്ങൾ പറഞ്ഞിട്ട് അസാനിയ രണ്ടാമത്തെ കാര്യം പറയുന്ന പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ രണ്ടാമതായി പറയുവാൻ സയ്യിദി അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു നഫഅനല്ലാഹു ബിഹി അന്ന മൻ വാളബ അലാ ഖിറാഅത്തി ഹാദൈനിൽ ബൈതൈനി ഫീ കുല്ലി യൗമിൽ ജുമുഅ തവഫാഹു അല്ലാഹു അലൽ ഇസ്ലാമി മിൻ ഗൈരി ശക്കിൻ. എല്ലാ ദിവസവും ചെല്ലണം. വെള്ളിയാഴ്ച ചെല്ലിയാൽ ഈ രണ്ട് ബൈത്തും മൻ വാളബ ഒരാൾ നിത്യമാക്കി അലാ ഖിറാഅത്തി ഹാദൈനിൽ ബൈതൈനി ഈ രണ്ട് ബൈത്തും ഫീ കുല്ലി യൗമിൽ ജുമുഅത്തിൻ എല്ലാ വെള്ളിയാഴ്ച ദിവസം പതിവാക്കിയാൽ തവഫാഹു അല്ലാഹു അല്ലാഹു അവനെ മരിപ്പിക്കും അലൽ ഇസ്ലാമി ഇസ്ലാമിന്റെ മേൽ. അവന്റെ കെലിമ പിടിച്ചൊക്കാൻ ഇബ്ലീസിന് കഴിയൂല. മിൻ ഗൈരി ശക്കിൻ, അതിൽ യാതൊരു അംശമില്ല. ആരെ പറഞ്ഞത്? അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു. അവർ അല്ലാഹുവിന്റെ അഹ്ലു ദിക്റാണല്ലോ. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിയാത്ത അഹ്ലു ദിക്റിനോട് ചോദിക്കണം. ഇത് അഹ്ലു ദിക്റാണല്ലോ. അതല്ല ഷഅറാനി ഇമാം അഹ്ലു ദിക്റാണെന്ന് തോന്നാത്ത ആൾ ചെല്ലേണ്ട ആവശ്യം നിർബന്ധമൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഷഅറാനി ഇമാം ഒരു അഹ്ലു ദിക്റിൽപ്പെട്ട ആളാണ്. അഹ്ലു ദിക്റുകൾ എന്ത് പറഞ്ഞാലും, അള്ളാഹുവിന്റെ ഇൽമുള്ള ആളുകൾ എന്ത് പറഞ്ഞാലും, മഹാന്മാരെന്ത് പറഞ്ഞാലും സ്വീകരിക്കണം. ഖുർആന്റെ കൽപ്പന ഉണ്ട്. നിങ്ങൾക്ക് അറിയാത്ത ഒരു അഹ്ലു ദിക്ർ പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കണം. അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. അവര് പറഞ്ഞതാണിത്. സുന്നത്യമായത്തിന്റെ ആളുകൾക്കും ബഹുമാനപ്പെട്ട സുന്നത്യമായത്തിന്റെ ആളുകൾക്ക് ഇവർ അഹ്ലു ദിക്റാണെന്ന കാര്യത്തിൽ സംശയമില്ല. അവര് പറയാണ്, മൻ വാളബ വെള്ളിയാഴ്ചയെങ്കിലും ഇത് ദായിമാക്കി ചെല്ലാൻ കഴിഞ്ഞാൽ മാത അലൽ ഇസ്ലാമി മിൻ ഗൈരി ശക്കിൻ, സംശയമില്ലാതെ മുസ്ലിമായി മരിക്കും. ഈമാൻ പിടിച്ചേക്കാൻ കഴിയൂല. ഏതാ ബൈത്ത്? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹീം ഫഹബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അലീം.
ചില ഇമാമിങ്ങളെ പറ്റി ഇമാമിങ്ങളെ തൊട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്നഹ തുഖ്റഉ 5 മറാത്തിൻ ബഅദ ജുമുഅ. ജുമുഅ കഴിഞ്ഞിട്ട് 5 വട്ടം ഇത് ഓതുന്നത് നല്ലതാണ്. ജുമുഅ കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുട്ടിക്കാലത്ത് ഇത് 5 വട്ടം പള്ളികളിൽ ഓതുന്ന പള്ളി ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോഴുള്ളവരുണ്ട്, ഇപ്പോഴും നടക്കുന്ന പള്ളികളുണ്ട്. അൽഹംദുലില്ലാഹ്. സുന്നിയായവൻ്റെ ഭാഗ്യം എത്രയാണ്, സുന്നിയായവൻ്റെ ഭാഗ്യം എത്രയാണ്. അൽഹംദുലില്ലാഹ്, 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 അൽഹംദുലില്ലാഹ്. ശരിക്കും ചില മഹാന്മാരെ തൊട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുഖ്റഉ ബഅദൽ ജുമുഅ 5 മറാത്തിൻ. 5 വട്ടമെങ്കിലും ജുമുഅ ചൊല്ലി കഴിഞ്ഞിട്ട് ഇത് ചെല്ലുന്നത് വളരെ നല്ലതാണ്. ആ കാലഘട്ടത്തിൽ ജുമുഅ കഴിഞ്ഞിട്ട് ഇതൊക്കെ ചൊല്ലിയിട്ട് ഞാൻ എത്രയോ പങ്കെടുത്തിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. ഇപ്പോൾ നമ്മൾ സുന്നികളാണെങ്കിലും ഫലത്തിൽ സുന്നി അല്ലാതാകാനുള്ള ട്രെയിനിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ നമ്മുടെ സുന്നിയാളെന്ന് പറയുമ്പോൾ സുന്നിയാളാണ്, എല്ലാവരും സുന്നിയാളാണ്, സുന്നിയാളാവുമ്പോഴാണ് നമുക്ക് കൂടാൻ കഴിയുക. സുന്നിക്ക് വലിയ മാർക്കറ്റുള്ള കാലമാണ് ഇപ്പോൾ. അപ്പൊ ഏതൊരു ഉള്ളിൽ വഹാബിയത്തുള്ളവനും സുന്നിയാണെന്ന് പറയുന്ന ഒരു കാലമാണിത്. വലിയ സുന്നികളാണ്, പക്ഷേ ഒരു ബദരീങ്ങളാട്ടിൽ പങ്കെടുക്കുന്നതോ മജ്‌ലിസ് നൂറിൽ പങ്കെടുത്തതോ അതിനൊന്നും പറ്റാത്ത ചില പള്ളി കമ്മിറ്റിക്കാരുടെ നേതാക്കന്മാരും ഒക്കെ ഉള്ളത് എനിക്കറിയാം. ആള് പള്ളി പ്രസിഡന്റാണ്, സുള്ളിപ്പള്ളി പ്രസിഡന്റാണ്. സുന്നി ഉലമാക്കളും സയ്യിദന്മാരും ഒക്കെ വരുമ്പോൾ അവരെ വീട്ടിലെ വിരുന്നൊരുക്കാരൊക്കെ വലിയ ഉഷാറാണ്. പക്ഷേ മജ്‌ലിസ് നൂറ് പോലത്തെ കാര്യങ്ങൾ ഒരു ബദരീങ്ങളാണ്ട് അതിലൊക്കെ മുപ്പർക്ക് വലിയ വിഷമമാണ്. മജ്‌ലിസ് നൂറൊക്കെ വരികയാണെങ്കിൽ മുപ്പർക്ക് അന്ന് വലിയ തിരക്കാണ്. ഞാൻ ആ ജാതി ഖുറാഫാത്തിനൊന്നും ഇല്ല എന്ന് പറയും ചെയ്യും. അങ്ങനെയൊക്കെയുള്ളവർ സുന്നി നേതാക്കന്മാരൊക്കെ ഉണ്ട്. എന്തുകൊണ്ട്? അവർക്കിതിലിങ്ങനെ അമ്മായിയായി നടന്നാൽ മാത്രമേ അവരെ കാര്യം നടക്കുള്ളൂ. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരെയൊക്കെ സമുദായം കൈകാര്യം ചെയ്യും, നീണ്ടുപോകൂല. വല്ലാതെയൊന്നും നീലത്തൊട്ടിയിൽ ചാടിയ കുറുക്കന് വല്ലാതെയൊന്നും നടക്കാൻ കഴിയൂല. 2 ആഴ്ച കഴിയുമ്പോഴത്തിന് നിലാവ് വട്ടം കൂടിയാൽ ഓരിടേണ്ടി വരും. ആ ഓരിടുന്ന നാട്ടുകാർ കേട്ട് കഴിഞ്ഞാൽ പുറത്താക്കും ചെയ്യും. അങ്ങനത്തെ കുറുക്കന്മാരും മഹല്ലുകളിലുണ്ട്. ആ കുറുക്കന്മാരെയൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അത് വേണ്ടവണ്ണം മനസ്സിലാക്കി വെക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സുന്നികൾ അള്ളാഹുവിന്റെ തൗഫീഖിനാൽ പ്രബുദ്ധരാണ്. സുന്നികളെ മയക്കിക്കിടത്താനോ ഉറക്കിക്കിടത്താനോ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ തട്ടിയെടുക്കാനോ സുന്നത്ത് ജമാഅത്തിന്റെ അമലുകളെ മുടക്കാനോ ഇവിടെ ആർക്കും കഴിയൂല. സുന്നികൾ പ്രബുദ്ധരാണ്. ഒരാൾക്കും അതിനൊന്നും ഈ കഴിയുമെന്ന് വിചാരിക്കേണ്ട. പ്രബുദ്ധ കേരളം അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്ക് എല്ലാവിധ സൗകര്യം ചെയ്ത് പോറ്റിയതിന്റെ ഫലം അൽഹംദുലില്ലാഹ് പ്രബുദ്ധരാണ്. അൽഹംദുലില്ലാഹ് പ്രബുദ്ധരാണ്. പഴയ ഒരു കാലമുണ്ടായിരുന്നു, മര്യാദക്കൊരു അപേക്ഷ എഴുതണമെങ്കിൽ പോലും ചില വഹാബിയത്തുള്ള മൗലവിമാരുടെ അടുത്തേക്ക്, ചില സ്കൂൾ മാഷന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ട ഗതികൾ ചില മാലികൾക്ക് ഉണ്ടായിരുന്നു. ഇന്ന് 4 മണിക്കൂർ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനും ഫ്രഞ്ചിൽ പ്രസംഗിക്കാനും ഒക്കെ കഴിയുന്നവര്, മറ്റു ഭാഷകൾ കഴിയുന്നവര്, എല്ലാവിധ ശാസ്ത്രവും ആരെക്കാളും തിരിയുന്നവര് പ്രബുദ്ധരായ പണ്ഡിതന്മാർ എന്നെ സുന്നത്തെ മാറ്റിയിട്ടുണ്ട്. അല്ലാഹു തആല ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ അള്ളാഹിന്റെ ദീനിന് അല്ലാഹു ഖിന നൽകും. അതൊക്കെയാണ് ഇത് ഇന്ന് ഖിന വേണ്ടതാണ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് പ്രബുദ്ധ സുന്നി കേരളത്തെ ചതിക്കാനൊന്നും ഇനി ആർക്കും കഴിയൂല. ഞാനിതിവിടെ പറയാനുള്ള കാരണം എന്താ? ഇത്തരം ആളുകളുടെ ഇടപെടലുകൾ ഉണ്ടായിരിക്കാം പിൽക്കാലഘട്ടത്തിൽ ചെത്തി മിനുക്കിയിട്ട് കളഞ്ഞിട്ട് ഇങ്ങനെയുള്ള അമലുകളൊക്കെ നാടുകൾ നഷ്ടപ്പെട്ടു പോയത്. ഇത് യാനത്ത് താലിബീനിലുണ്ട്. എന്തിനാ അത് ജുമാ കഴിഞ്ഞിട്ട് ചെല്ലാൻ ഒരു 5 മിനിറ്റ് വേണോ? അത് അംഗീകരിക്കാത്തവൻ പള്ളിയിൽ പോയിക്കോട്ടെ. എന്തിനാണ് സുന്നിയാവണ്? എന്തിനാണ് സുന്നിയുടെ പള്ളിയുടെ ആളാവേണ്ട ആവശ്യം എന്താ? ഇത് കിതാബിലുണ്ടല്ലോ. എവിടെ കിതാബ് ഇതാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫത്ഹുൽ മുഈന്റെ വ്യാഖ്യാനാണിത്. യാനത്ത് അംഗീകരിക്കില്ലല്ലോ. സുന്നത്ത് ജമാഅത്തിന്റെ മർജിഅല്ലേ? എന്താ അതിന് തെറിക്കണ മൂക്ക് പോയിക്കോട്ടെ. ഇതൊക്കെ ഇവിടെ പഴയ കാലത്ത് നമ്മളെ കുട്ടിക്കാലത്ത് കൃത്യമായി ഉണ്ടായിരുന്നതാ. പിന്നീട് വഹാബിയത്തിന്റെ ഇടപെടൽ കാരണം ചെത്തിമിനുക്കി പോയതാ. 5 വട്ടെങ്കിലും ഇത് ഒരാൾ ദായിമാക്കി ചൊല്ലിയാൽ, ഇത് ദായിമാക്കി നിലനിർത്തിയാൽ മാത അലൽ ഇസ്ലാമി ബിഗൈരി ശക്കിൻ, സംശയം വേണ്ട, അവൻ മുസ്ലിമായിട്ടേ മരിക്കുള്ളൂ, അത് വെള്ളിയാഴ്ച ദായിമാക്കിയാൽ എന്ന് പറഞ്ഞത് മഹാനായ അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനിക്കാത്ത ഒരു ആലിമും ഇൽക്കാലത്തില്ല. ശൈഖുനാ ശംസുൽ ഉലമ അടക്കം, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അടക്കം. നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് ആ ത്വരിയക്കാണ് നമ്മൾ ത്വരിയക്ക് മറന്നു കളയരുത്. നമ്മൾ നട്ടെല്ലുള്ളവരായി എണീറ്റ് നിൽക്കാൻ കഴിയേണ്ടടുത്ത് നട്ടെല്ലുള്ളവരായി നമുക്ക് എണീറ്റിക്കാൻ കഴിയണം. നട്ടെല്ല് വളച്ചിട്ട് ആരെ മുന്നിൽ നിൽക്കണ്ട. ദീനെ നശിപ്പിക്കുന്ന കളികൾ നടക്കുന്നുണ്ട്, അതിന് നിന്ന് കൊടുക്കരുത്. പിന്നെ തിരക്കുള്ളവൻ പോയിക്കോട്ടെ. എന്റെ ദുആ കഴിഞ്ഞു, ഒരാൾക്ക് ദുആ കഴിഞ്ഞു, തിരക്ക പോയിക്കോട്ടെ. ദൈവത്തിന് നേരില്ല, പോയിക്കോട്ടെ, ആയിക്കോട്ടെ. അതിനൊരു വിരോധമല്ലല്ലോ. തിരക്കുള്ള പൂടിന് എന്താ വിരോധം? ഫാത്തിഹ സൂറത്ത് ഓതുന്നവര് ഫജറിന്റെ ഇടയിൽ, ഫജർ സുബഹിസ്കാരത്തിന്റെ ഇടയിൽ ഒന്ന് ഫാത്തിഹ
തിരക്കാണെങ്കിൽ നിസ്കരിച്ചിട്ട് പിന്നെ വണ്ടി കയറിയിട്ട് മോട്ടോർ സൈക്കിൾ കയറിയിട്ട് മോദിയാലും മതി, നീ ഈ പ്രഭാഷണത്തിൽ പറഞ്ഞില്ലേ, ആയിക്കോട്ടെ, അവൻ ആ പോകുന്ന പോക്കി ചൊല്ലിക്കോളൂ. ജുമാ കഴിഞ്ഞു, അതിന്റെ ഔറാദുകളും അതിന്റെ ദുആയൊക്കെ കഴിഞ്ഞു. പിന്നെ 5 വട്ടാണ് ചൊല്ലി ഉസ്താദ്, എല്ലാവരും ചൊല്ലി. സംശയമില്ലാതെ അവൻ മുസ്ലിമായിട്ട് മരിക്കുള്ളൂ. ഇവിടെ സംഭവിച്ച 2 പ്രശ്നമാണ്. ഒന്ന്, നമ്മൾ അറിയാതെ വഹാബിയത്ത് നമ്മളെ ഉള്ളിൽ കയറിയിട്ട് നമ്മളെ ചില അമലുകളെ ചെത്തി മിനുക്കി കളഞ്ഞു. പിൽക്കാലഘട്ടത്തിൽ ഇന്നെപ്പോലത്തെ പ്രബോധകന്മാർ കിതാബ് നോക്കി പറയുന്ന ഏർപ്പാട് നിർത്തുകയും ചെയ്തു. ഇതൊക്കെ നോക്കിയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ ഇവിടെ നിലനിൽക്കും. പിന്നെ ആരും നിർബന്ധിക്കേണ്ടവില്ല, തിരക്കുള്ള പോയിക്കോട്ടെ. ഇടക്കിടക്ക് ഉസ്താദ് ഓർമ്മപ്പെടുത്ത വലിയ തിരക്കില്ലാതെ പോകരുത് കേട്ടാ. കാരണം ഷാദാമ ഇമാമ പറഞ്ഞിട്ടുണ്ട്, ഇത് ദായിമാക്കി ചൊല്ലിയാല് ആ മനുഷ്യൻ മുസ്ലിമായി മരിക്കും കേട്ടോ. നമുക്ക് അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് ഈ പറമ്പിൽ തന്നെ നമ്മൾ മരിച്ചടക്കേണ്ടി വരും കേട്ടോ ചിലപ്പോൾ. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചത് പോയിക്കോള്. ഈ 5 ബേത്ത് ചെല്ലാൻ, ഈ 5 വട്ടം ബേത്ത് ചെല്ലാൻ 1 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് വേണ്ട. അത് പള്ളിയിലെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ ഇരിക്കുകയും ചെയ്യും. കാരണം മരിച്ചു പോകുന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും മനസ്സിലായി. മരണത്തിന് എല്ലാവർക്കും പേടിയുണ്ട്. എന്തുകൊണ്ട്? കൊറോണ വന്നപ്പോൾ 30% മരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അള്ളാഹു തആല ആ രോഗത്തിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു പറ്റിയവർക്കൊക്കെ ശിഫ നൽകട്ടെ. എല്ലാ പ്രയാസം അള്ളാഹു നീക്കി തരട്ടെ. ഒരു എന്തെങ്കിലും കൊറോണ അല്ലെങ്കിൽ വേറെന്തെങ്കിലും, അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ എന്താണെങ്കിലും മനുഷ്യൻ ഭീഷണിയോട് മുന്നിൽ. അപ്പൊ മരണം പറഞ്ഞ മനുഷ്യർ പേടിയാണ്. അത് സത്യമാണല്ലോ. വെള്ളിയാഴ്ച എന്താണ് ഇതൊക്കെ? ഈ സുന്നത്തുകളൊക്കെ പല നാടൻ മഹല്ലുകളിലൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ആ നാടിൽ നടക്കാത്തത് എന്തുകൊണ്ടാണ്? ഒന്ന്, ഇന്നെപ്പോഴത്തെ മുന്നിലിരിക്കുന്ന ഇന്നെപ്പോഴത്തെ മുസ്ലിയാക്കന്മാർക്ക് തന്നെ ധൃതി. നാട്ടിൽ പോണതിന് മുമ്പ് തന്നെ പള്ളിയിൽ നിന്ന് ചാടണം, ഇന്നെപ്പോഴത്തെ പൂതി. അപ്പൊ പിന്നെ സ്വാഭാവികമായും അതൊക്കെ ഉണ്ടാകുന്നതൊക്കെ താല്പര്യം ഉണ്ടാവില്ലല്ലോ. പക്ഷെ അൽഹംദുലില്ലാഹ് ഇവിടെയൊക്കെ ആത്മാർത്ഥമായ ഇഷ്ടം പോലെ ആളുകൾ ഇപ്പോൾ ഉണ്ട്. ഇഷ്ടം പോലെ ഉലമാക്കൾ ആത്മാർത്ഥമായി ശമ്പളം നോക്കാതെ, ശമ്പളം ലക്ഷ്യമേ അല്ല, അള്ളാഹു അവർക്ക് ഫത്ഹ് ചെയ്തു. ശമ്പളം ലക്ഷ്യമില്ലാതെ സമുദായം സേവിക്കുന്ന ആയിരക്കണക്കായ ആലിമീങ്ങളെ കൊണ്ട് മലബാർ ഇന്ന് നിബിഡമാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ ആയിരക്കണക്കായ ആലിമീങ്ങളെ കൊണ്ട് ഈ ശമ്പളം പോലും നോക്കാതെ സമുദായ സേവനം ചെയ്യുന്ന ആയിരക്കണക്കായ ആലിമീങ്ങളെ കൊണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെയും സമസ്തയുടെയും പ്രവർത്തകന്മാരെ കൊണ്ടും ആലിമീങ്ങളെ കൊണ്ടും ഇന്ന് സമുദായം സമ്പന്നമാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അതൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. ധൃതിയുള്ളവന് പോവുകയും ചെയ്യാം. എന്നാൽ ഇടക്കിടക്ക് ഉസ്താദ് നമ്മെ ഓർമ്മപ്പെടുത്തിയാൽ മതി. കാരണം ഇത് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് ചൊല്ലിയാൽ മാതാ അലൽ ഇസ്ലാമി ബിഗൈരി ശക്കിൻ, സംശയമില്ലേ ഇല്ലാതെ മരിക്കണ നേരത്തെ കെലിമ ചെല്ലുന്നതിന് തടയാൻ ഇബ്ലീസിന് കഴിയൂല. മുസ്ലിമായിട്ട് മരിക്കും. മഹാനായ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആൻ, മുസ്ലിമായി മരിക്കണം. മുസ്ലിമായി മരിക്കാൻ ഒരുപാട് വഴികളുണ്ട്. ഒരു വഴി ഇതാണ്. മുസ്ലിമായി മരിക്കാൻ ഒരുപാട് വഴികളുണ്ട്. ഒരു വഴി ഇതാണ്. വെള്ളിയാഴ്ച ഇതൊന്ന് ചെയ്താൽ മുസ്ലിമായിട്ട് ബിലാശക്കിൻ, മാതാ അലൽ ഇസ്ലാമി ബിലാശക്കിൻ, സംശയമില്ല അവൻ മുസ്ലിമായിട്ട് മരിക്കുള്ളൂ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ. എന്താ ഇതിന്റെ അർത്ഥം? അല്ലാഹുവേ, സ്വർഗ്ഗത്തിന് ഞാൻ അർഹനല്ല. വലാ ഖുവാ അലാ നാരിൽ ജഹീമി, എന്നാൽ നരകത്തിൽ കടക്കാനുള്ള ശക്തിയും എനിക്കില്ല. അല്ലാഹ്, സ്വർഗത്തിനുള്ള പണിയൊന്നും ഞാൻ എടുത്തിട്ടില്ല. അല്ലാഹ്, എന്നാൽ എനിക്ക് നരകത്തിൽ കിടക്കാൻ ശക്തിയുമില്ല. അതുകൊണ്ട് നീ എനിക്ക് തൗബ തരണം. എന്റെ പാപങ്ങളെ നീ പുറത്തു തരുകയും വേണം. ഏത് പാപവും പൊറുക്കുന്നവൻ നീയല്ലേ, ഏത് പാപം പൊറുക്കുന്നവൻ നീയല്ലേ, ഏത് മഹാപാപം പൊറുക്കുന്നവൻ നീയല്ലേ. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി ഫഹ്ബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിച്ച് ചെയ്യും ചില ആലിമീങ്ങൾ, ചില സുദ്ദീഖീങ്ങളും സാലിഹീങ്ങളും. എല്ലാ തഹജ്ജുദ് നേരത്തും ഈ ബൈത്ത് ചെല്ലുന്നവരുണ്ട്. പണ്ടുണ്ട്, ഇന്നുണ്ട്. വെള്ളിയാഴ്ച ചെയ്യുന്നത് വലിയ നല്ല കാര്യമാണെന്ന് ഇമാം ഷഹറാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് 2 ഭാഗം ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. വേറെയും ചില കാര്യങ്ങൾ പ്രത്യേകമായി ഇതിന്റെ തുടക്കം മാത്രമാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ.